Hello students. So welcome to Unit 1, Introduction to Materials Management. So ഈ ഒരു യൂണിറ്റിൽ മെയിൻ ആയിട്ട് നമ്മൾ എന്തൊക്കെ കവർ ചെയ്യുന്നുണ്ട് നോക്കാം. സോ ഇതിന്റെ ഒബ്ജക്റ്റീവ്സ് പറയുകയാണെങ്കിൽ ദാറ്റ് ഇസ് വി വിൽ ഡിഫൈൻ വാട്ട് ഇസ് മെറ്റീരിയൽ മാനേജ്മെന്റ്, അതിന്റെ ഇംപ്ലിക്കേഷൻസ് ഒക്കെ നമ്മൾ ഡിസ്കസ് ചെയ്യും. അതേപോലെ ഫ്ലോ ഓഫ് മെറ്റീരിയൽ, അതിന്റെ ഇഷ്യൂസും കാര്യങ്ങളും നമ്മൾ ഡിസ്കസ് ചെയ്യും. അതേപോലെ മെറ്റീരിയൽ ലോജിസ്റ്റിക്സ് മാനേജ്മെന്റ് മോഡൽസ് നമ്മൾ ഡിസ്കസ് ചെയ്യും. ആൻഡ് മെറ്റീരിയൽ മാനേജ്മെന്റും ഫ്ലോ പ്രോസസ്സിന്റെ ഒക്കെ ഇന്റർഫേസസും കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഈ ഒരു യൂണിറ്റിൽ ഡിസ്കസ് ചെയ്യും. മെറ്റീരിയൽസ് മാനേജ്മെന്റ് ആൻഡ് ഇറ്റ്സ് ഫംഗ്ഷൻ. സോ ബേസിക്കലി ദാറ്റ് ഇസ് മെറ്റീരിയൽ മാനേജ്മെന്റ് എന്ന് പറയുകയാണെങ്കിൽ മൂവിങ് ദി മെറ്റീരിയൽസ് വിത്തിൻ ദി ഓർഗനൈസേഷൻ ആണ്. കാരണം മെറ്റീരിയൽസ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, നമ്മൾ എന്താ പറയുക, ഓരോ പ്രോസസ്സിന് വേണ്ടിയിട്ട് നമ്മൾ കൊണ്ടുവരുന്ന അല്ലെങ്കിൽ നമ്മൾ എടുക്കുന്ന റോ മെറ്റീരിയൽസ് അല്ലെങ്കിൽ അതിനെയൊക്കെയാണ് നമ്മൾ എന്ത് പറയുന്നത്, മെറ്റീരിയൽസ് എന്ന് പറയുന്നത്. അത് ടാഞ്ചിബിൾ ഇൻടാഞ്ചിബിൾ ആയിട്ടുള്ള മെറ്റീരിയൽസ് നമുക്ക് അവൈലബിൾ ആണ്. സോ ഇതിന്റെ എല്ലാം എന്താ പറയുക മാനേജ് ചെയ്യുക അല്ലെങ്കിൽ ഇതിന്റെ മൂവ്മെന്റും കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഈ ഒരു മെറ്റീരിയൽസ് മാനേജ്മെന്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. മെറ്റീരിയൽസിനെ നമ്മൾ മൂന്ന് കാറ്റഗറി ആയിട്ടാണ് കാറ്റഗറൈസ് ചെയ്തിട്ടുള്ളത്. അതിന്റെ ഫസ്റ്റ് ഗ്രൂപ്പ് എന്ന് പറയുകയാണെങ്കിൽ റോ മെറ്റീരിയൽസ് ആയിട്ടാണ് നമ്മൾ പറയുക. അതിൽ കമ്പോണൻസ്, സ്പെയർ പാർട്സ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് വരുന്നത്. കാരണം ആ റോ മെറ്റീരിയൽസ് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു എൻഡ് പ്രോഡക്റ്റ് ആയിരിക്കില്ല. സെക്കൻഡ് ഗ്രൂപ്പ് എന്ന് പറയുകയാണെങ്കിൽ ഇൻ പ്രോസസ് മെറ്റീരിയൽ ആണ്. അപ്പം ഈ ഇൻ പ്രോസസ് എന്ന് പറയുകയാണെങ്കിൽ അല്ലെങ്കിൽ സെമി ഫിനിഷ്ഡ് സ്റ്റേജിൽ വരുന്നത്, അതായത് നമ്മൾ ഫസ്റ്റ് റോ മെറ്റീരിയൽ കിട്ടി അത് വെച്ചിട്ട് നമ്മൾ പ്രോസസ് ചെയ്തിട്ട് ഉള്ള ഒരു ഫോമാണ് ആ ഒരു സെക്കൻഡ് കാറ്റഗറിയിൽ വരുന്നത്. ആൻഡ് തേർഡ് കാറ്റഗറി എന്ന് പറയുന്നതാണ് ഫിനിഷ്ഡ് ഗുഡ്സ് എന്ന് പറയുന്നത്. അപ്പൊ ആ തേർഡ് കാറ്റഗറിയാണ് കസ്റ്റമേഴ്സിന്റെ കയ്യിലേക്ക് കിട്ടുന്നത്. സോ നമുക്ക് ഈ ഒരു പ്രോസസ്സ് വൃത്തിയായി നടക്കണമെങ്കിൽ നമുക്ക് ഈ മെറ്റീരിയൽസും കാര്യങ്ങളും അതിന്റെ ഫ്ലോ കാര്യങ്ങളെല്ലാം നമ്മൾ പ്രോപ്പർ ആയിട്ട് മാനേജ് ചെയ്യണം. സോ ഇതിന്റെ മെയിൻ എയിം എന്ന് പറയുകയാണെങ്കിൽ ദാറ്റ് ഈസ് മെറ്റീരിയൽസ് എപ്പോഴും മിനിമം പോസിബിൾ പ്രൈസിൽ നമുക്ക് അവൈലബിൾ ആക്കുക എന്നുള്ളതാണ് ഇതിന്റെ മെയിൻ എയിം. ബട്ട് ക്വാളിറ്റിയിൽ ഒരിക്കലും നമ്മൾ എന്താ പറയാ വിട്ടുവീഴ്ച ചെയ്യാൻ പാടില്ല. എന്താണോ ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്തിട്ടായിരിക്കണം നമ്മൾ മിനിമം പ്രൈസ് അല്ലെങ്കിൽ മിനിമം പോസിബിൾ പ്രൈസിൽ മെറ്റീരിയൽസ് അവൈലബിൾ ആവേണ്ടത്. പിന്നെ അതേപോലെ നമുക്ക് ഇതിൽ വരുന്ന കുറച്ച് എന്താ പറയുക ഫംഗ്ഷൻസ് ഉണ്ട്. സോ ഫംഗ്ഷൻസ് എന്തൊക്കെയാണെന്നുള്ളത് നോക്കാം. Now let us discuss the functions. Materials planning and control. So materials നമുക്ക് ഇതിന്റെ റിക്വയർമെന്റ്, അതേപോലെ എത്ര നമുക്ക് ആവശ്യമാണ്, അതിന്റെ പ്ലാനിങ്ങും കാര്യങ്ങളൊക്കെ നമുക്ക് ഈ ഒരു മെറ്റീരിയൽസ് മാനേജ്മെന്റ് ചെയ്യാൻ പറ്റും. പിന്നെ വരുന്നത് പർച്ചേസിങ്. സോ ഈ ഒരു ഫംഗ്ഷൻ പറയുകയാണെങ്കിൽ നമുക്ക് സോഴ്സ് ഓഫ് എവിടെ നിന്നാണ് നമ്മൾ ചെയ്യുന്നത്, പർച്ചേസ് ചെയ്യുക. അപ്പൊ ആ സോഴ്സ് ഓഫ് സപ്ലൈ, അതേപോലെ മാർക്കറ്റ് റിസർച്ച് വരുന്നത്, ടെൻഡേഴ്സ് വിളിക്കുക, അതേപോലെ സപ്ലൈസിനെ സെലക്ട് ചെയ്യുക, അവരുമായിട്ട് പ്രൈസ് നെഗോഷിയേറ്റ് ചെയ്യുക, എന്നിട്ട് നമ്മൾ അവൈലബിലിറ്റി നോക്കുക റോ മെറ്റീരിയൽസിന്റെ. പിന്നെ വരുന്നതാണ് ഇൻവെന്ററി കൺട്രോൾ എന്ന് പറയുന്നത്. സോ ഈ ഒരു ഫംഗ്ഷൻ എന്ന് പറയുന്നത് ദാറ്റ് ഇസ് ലൊക്കേഷൻ, അതേപോലെ സ്റ്റോറേജും ഇതിനു വേണ്ടിയിട്ട് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ് ഇൻവെന്ററി കൺട്രോൾ എന്ന് പറയുന്നത്. പിന്നെ വരുന്നതാണ് സ്റ്റോർ കീപ്പിംഗ് എന്ന് പറയുന്നത്. സോ ഈ ഒരു ഫംഗ്ഷൻ എന്ന് പറയുകയാണെങ്കിൽ റെസിപ്റ്റ് ആൻഡ് ഇഷ്യൂ ഓഫ് മെറ്റീരിയൽസ് എന്നാണ് റെസ്പോൺസിബിൾ ആയിട്ട് വരുന്നത്. സോ ഇത് നമ്മൾ പ്രോപ്പർ ആയിട്ട് ഈ മെറ്റീരിയൽസും കാര്യങ്ങളെല്ലാം സ്റ്റോർ ചെയ്യണം. ആൻഡ് അതിന്റെ ഹാൻഡ്ലിങ്ങും കാര്യങ്ങളൊക്കെ പ്രോപ്പർ ആയിരിക്കണം. അപ്പൊ നമുക്ക് വേസ്റ്റേജ് ഒക്കെ നമ്മൾ എപ്പോഴും കുറയ്ക്കണം. പിന്നെ വരുന്നതാണ് മെറ്റീരിയൽ ഹാൻഡ്ലിംഗ് എന്ന് പറയുന്നത്. സോ ഈ ഒരു ഫംഗ്ഷൻ എയിം എന്ന് പറയുകയാണെങ്കിൽ ദാറ്റ് ഇസ് നമ്മൾ ഈ ഹാൻഡ്ലിംഗ് മെറ്റീരിയൽസ് ഹാൻഡിൽ ചെയ്യുമ്പോൾ ഉണ്ടാവുന്ന കാര്യങ്ങളൊക്കെയാണ്. സോ ഇതിൽ നമുക്ക് സ്പേസ് റിക്വയർമെന്റ്സ് കുറയ്ക്കാനും അതേപോലെ എഫക്റ്റീവ് ആയിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാനും ഒക്കെ വേണ്ടിയിട്ട് സാധിക്കും. പിന്നെ വരുന്നതാണ് വെയർ ഹൗസിംഗ് ഫംഗ്ഷൻ എന്ന് പറയുന്നത്. സോ ഈ ഒരു വെയർ ഹൗസിംഗ് എന്ന് പറയുകയാണെങ്കിൽ ഈ ഒരു സ്റ്റോറേജ് ഫെസിലിറ്റിയിൽ വരുന്നതാണ്. അപ്പൊ നമുക്ക് നമ്മളതിനെ സൂക്ഷിച്ചു വെക്കാനും അല്ലെങ്കിൽ അതിന്റെ എന്താ പറയാ വെയിങ് ഫെസിലിറ്റീസും ഡിസ്ട്രിബ്യൂഷനും കാര്യങ്ങളൊക്കെയാണ് അതിൽ വരിക. പിന്നെ സ്റ്റാൻഡർഡൈസേഷൻ ആൻഡ് സിംപ്ലിഫിക്കേഷൻ ആണ്. സോ ഈ ഒരു ഫംഗ്ഷൻ എന്ന് പറയുകയാണെങ്കിൽ ഒരു എന്താ പറയാ നമുക്ക് ഡിമാൻഡ് അനുസരിച്ച് നമുക്ക് എന്താ പറയാ അല്ലെങ്കിൽ ഒരു പ്രോഡക്റ്റ് നമ്മളൊരു ഡിമാൻഡ് അനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യുന്നു, അതിന്റെ സ്റ്റാൻഡേർഡ്സും കാര്യങ്ങളൊക്കെ നോക്കുക. അതേപോലെ ഓരോ ക്വാളിറ്റിയും ഓരോ റോ മെറ്റീരിയൽ സൈസ്, ക്വാളിറ്റി കാര്യങ്ങളൊക്കെ നമ്മൾ സെറ്റ് ചെയ്യുക എന്നുള്ളതൊക്കെയാണ് വരുന്നത്. പിന്നെ ഓർഗനൈസേഷണൽ അപ്രൈസൽ ഓഫ് മെറ്റീരിയൽസ് പറയുകയാണെങ്കിൽ എഫക്റ്റീവ് ഫംഗ്ഷനിങ്ങിന് വേണ്ടിയിട്ടാണ് ഈ ഒരു ഫംഗ്ഷൻ വരുന്നത്. നമുക്ക് ഈ ഒരു ഫംഗ്ഷൻ ഉണ്ടെങ്കിൽ ഈ ഒരു ഫംഗ്ഷൻ എന്ന് പറയുകയാണെങ്കിൽ നമുക്ക് എപ്പോഴും കോർഡിനേഷനോടെയും അല്ലെങ്കിൽ ഡിലേയും വേസ്റ്റേജ് ഒന്നും ഇല്ലാതിരിക്കാനൊക്കെ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും. സോ നമ്മൾ ഈ മെറ്റീരിയൽസ് ഒക്കെ മാനേജ് ചെയ്യുന്ന സമയത്ത് നമുക്ക് കുറച്ച് കോസ്റ്റ് അതിൽ ഇൻവോൾവ് ആവുന്നുണ്ട്. സോ അത് എന്തൊക്കെ കോസ്റ്റുകളാണ് നോക്കാം. ഫസ്റ്റ് കോസ്റ്റ് ഓഫ് മെറ്റീരിയൽ ആണ്. സോ ഇത് ബേസിക് ആയിട്ട് വരുന്ന കോസ്റ്റ് ആണ്. നമ്മൾ റോ മെറ്റീരിയൽസ് വാങ്ങുമ്പോൾ സപ്ലയർക്ക് നമ്മൾ കൊടുക്കുന്ന കോസ്റ്റ് ആണ് കോസ്റ്റ് ഓഫ് മെറ്റീരിയൽസ് എന്ന് പറയുന്നത്. പിന്നെ പർച്ചേസിംഗ് കോസ്റ്റ് ആണ്. സോ ഈ ഒരു പർച്ചേസിംഗ് കോസ്റ്റ് എന്ന് പറയുകയാണെങ്കിൽ അത് പർച്ചേസിംഗുമായിട്ട് വരുന്ന അല്ലെങ്കിൽ അതിൽ ഇൻകർ ആവുന്ന കോസ്റ്റ് ആണ്. അതിലിപ്പം സ്റ്റാഫിന്റെ കോസ്റ്റ്, ടെൻഡറിങ്, സ്റ്റേഷനറി, പോസ്റ്റേജ്, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ വരുന്നത്, ഇൻസ്പെക്ഷൻ, അതൊക്കെ അതിൽ പെടും. പിന്നെ ഇൻവെന്ററി ക്യാരിയിങ് കോസ്റ്റ് ആണ്. സോ ഇതിലെന്ന് പറയുകയാണെങ്കിൽ നമുക്ക് സ്റ്റോറേജ് ആയിട്ട് വരുമ്പോഴാണ് അതിൽ വരുന്ന കോസ്റ്റ് ആണ്. അപ്പൊ നമുക്ക് ബിൽഡിംഗ് അല്ലെങ്കിൽ അതിലെ സ്റ്റാഫ്, ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ, അങ്ങനെയുള്ള കോസ്റ്റുകളാണ് ഇൻവെന്ററി ക്യാരിയിങ് സ്റ്റോക്ക് കോസ്റ്റ് എന്ന് പറയുന്നത്.
പിന്നെ പാക്കേജിങ് കോസ്റ്റ് ആണ്. സോ ഇത് നമ്മൾ എന്താണ് പാക്ക് ചെയ്യുമ്പോൾ വരുന്ന കോസ്റ്റ്. അപ്പൊ അതിലെ പേപ്പർ, പ്ലാസ്റ്റിക്, അതിന്റെ മെറ്റീരിയൽസ്, വുഡ് കണ്ടെയ്നർ, അതൊക്കെയാണ് അതിൽ വരുന്നത്. പിന്നെ ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ് പറയുകയാണെങ്കിൽ ഒരു റോ മെറ്റീരിയൽസ് വേറെ ഡിഫറെന്റ് ഡിസൈർ ലൊക്കേഷനിലേക്ക് നമ്മൾ മൂവ് ചെയ്യുമ്പോൾ വരുന്ന കോസ്റ്റ് ആണ്. പിന്നെ മെറ്റീരിയൽ ഹാൻഡ്ലിംഗ് കോസ്റ്റ് ആണ്. സോ ഇത് ഹാൻഡിൽ ചെയ്യാൻ ഇപ്പൊ അതിന്റെ എക്യുപ്മെന്റ്സ് ഒക്കെ നമ്മൾ എടുക്കുള്ളൂ, ഇപ്പൊ ക്രെയിൻ അല്ലെങ്കിൽ അങ്ങനെയുള്ള എക്യുപ്മെന്റ്സ് ഒക്കെ യൂസ് ചെയ്യില്ലേ, സോ അങ്ങനെ വരുന്ന കോസ്റ്റ് ആണ്. പിന്നെ വരുന്നത് വേസ്റ്റേജ് ഡ്യൂറിംഗ് പ്രൊഡക്ഷൻ ആണ്. അപ്പൊ ഈ കോസ്റ്റ് എന്ന് പറയുകയാണെങ്കിൽ നമുക്ക് സ്ക്രാപ്പ് ഹോൾഡ് ചെയ്യാം, അല്ലെങ്കിൽ എന്താ പറയുക ഡിസ്പോസൽ, അങ്ങനത്തെ അതിന്റെ നമുക്ക് വേസ്റ്റ് ആയിട്ടിലേക്ക് ഡിസ്പോസ് ചെയ്യാം, അങ്ങനെ വരുന്ന കോസ്റ്റ് ആണ് വേസ്റ്റേജ് ഡ്യൂറിംഗ് പ്രൊഡക്ഷനിൽ വരുന്നത്. സോ ഇത്രയും ടൈപ്പ് ഓഫ് കോസ്റ്റ് ആണ് ഈ ഒരു മെറ്റീരിയൽ മാനേജ്മെന്റുമായിട്ട് ഇൻവോൾവ് ചെയ്തിട്ടുള്ളത്. മെറ്റീരിയൽസ് മാനേജ്മെന്റ് ഓർ മാനേജ്മെന്റ് ഓഫ് ഫ്ലോ ഓഫ് മെറ്റീരിയൽസ്. സോ എല്ലാം നമ്മുടെ ഒരു ഓർഗനൈസേഷൻ എടുക്കുകയാണെങ്കിൽ അവരുടെ റെസ്പോൺസിബിലിറ്റി എന്ന് പറയുകയാണെങ്കിൽ മെയിൻറ്റെയിൻ ചെയ്ത് ക്വാളിറ്റി, അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ, സോ നമുക്കിപ്പോ അതിൽ നമ്മുടെ പ്രൈസ് കാര്യങ്ങൾ എല്ലാം നമ്മൾ നോക്കണം, അതേപോലെ നമ്മൾ ക്വാളിറ്റിയും കൂടി മെയിൻറ്റെയിൻ ചെയ്യണം. അപ്പൊ ഇനി ഇതിൽ വരുമ്പോ ദാറ്റ് ഇസ് നമുക്ക് ഈ ഒരു മെറ്റീരിയൽ എന്ന് പറയുകയാണെങ്കിൽ അതായത് നമുക്ക് പറയാം ഒരുപാട് ഇന്റർ റിലേറ്റഡ് ആക്ടിവിറ്റീസ് നമുക്ക് ഇതിൽ വരുന്നുണ്ട്. അപ്പം അതിൽ നമുക്കിപ്പോ എല്ലാ ആക്ടിവിറ്റീസും അങ്ങോട്ടും ഇങ്ങോട്ടും ഇന്റർ റിലേറ്റഡ് ആണ്. ആൻഡ് അതേപോലെ നമുക്കിപ്പം ഈ ഒരു ഫ്ലോ ഓഫ് മെറ്റീരിയൽ എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. കാരണം നമുക്കൊരു സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ഒരു ഫ്ലോ നമുക്ക് അവിടെ ഉണ്ടായിരിക്കണം. മെറ്റീരിയൽ എപ്പോഴെങ്കിലും ഷോർട്ടേജ് വന്നു കഴിഞ്ഞാൽ നമുക്ക് ആ മൊത്തം പ്രോസസ്സ് അവിടെ അല്ലെങ്കിൽ മൊത്തം പ്രൊഡക്ഷൻ പ്രോസസ്സ് അവിടെ സ്റ്റക്ക് ആവുകയാണ് ചെയ്യാം. അപ്പൊ ആ ഒരു പ്രോപ്പർ ഫ്ലോ നമ്മൾ എപ്പോഴും മെയിൻറ്റെയിൻ ചെയ്യണം. സോ അതൊക്കെയാണ് ഈ ഒരു മെറ്റീരിയൽ മാനേജ്മെന്റിൽ വരുന്നത്. സോ നമ്മൾ പറഞ്ഞിരുന്നു ഫ്ലോ ഓഫ് മെറ്റീരിയൽസ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആണ് എന്നുള്ളത്. സോ ആ ഒരു ഫ്ലോ ഓഫ് മെറ്റീരിയൽസ് എന്ന് പറയുന്ന ഒരു ആക്ടിവിറ്റിയിൽ എന്തൊക്കെ അല്ലെങ്കിൽ ആ ഒരു പ്രോസസ്സിൽ എന്തൊക്കെ സെറ്റ് ഓഫ് ആക്ടിവിറ്റീസ് ഉണ്ട് എന്നുള്ളത് നോക്കാം. സോ അതിൽ ഫസ്റ്റ് വേണം പ്ലാനിംഗ് എന്ന് പറയുന്നത്. പ്ലാനിംഗ് എന്ന് പറയുന്നത് നമുക്ക് ഗോൾ സെറ്റ് ചെയ്യാനും അതേപോലെ സോഴ്സ് ഓഫ് ഫിനാൻസ് എവിടെ നിന്ന് എടുക്കണം അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വരുന്നതാണ്, അല്ലെങ്കിൽ അതാണ് പ്ലാനിങ്ങിന്റെ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. പിന്നെയാണ് ഷെഡ്യൂളിംഗ് എന്നുള്ളത്. സോ ഷെഡ്യൂളിംഗ് എന്ന് പറഞ്ഞാൽ നമ്മുടെ സ്പെസിഫിക്കേഷൻസ് ഒക്കെ അതിന്റെ റിക്വയർമെന്റ്, അതേപോലെ എത്ര ക്വാണ്ടിറ്റി വേണം, അല്ലെങ്കിൽ അതിന്റെ ഡെലിവറി ഷെഡ്യൂളും കാര്യങ്ങളൊക്കെയാണ്. പിന്നെ പർച്ചേസിംഗ് ആൻഡ് പ്രൊക്യൂർമെന്റ് ആണ്. സോ ഇതിൽ നമ്മൾ വെണ്ടർ സെലക്ഷൻ അല്ലെങ്കിൽ വെണ്ടേഴ്സ് ആയിട്ടുള്ള കോൺട്രാക്ട് ഒക്കെയാണ് വരുന്നത്. പിന്നെ ഇൻസ്പെക്ഷൻ ആൻഡ് ക്വാളിറ്റി കൺട്രോളിൽ നമ്മൾ ക്വാളിറ്റി ചെക്ക് ചെയ്യുക അല്ലെങ്കിൽ അതിന്റെ കൺഫേം ചെയ്യുക, ഇൻസ്പെക്ഷൻ ഒക്കെയാണ് വരുന്നത്. പിന്നെ സ്റ്റോഴ്സ് ആൻഡ് ഇൻവെന്ററി എന്ന് പറയുന്ന ആക്ടിവിറ്റിയിൽ നമ്മൾ ഇൻവെന്ററീസ് ഒക്കെ ഡിറ്റർമൈൻ ചെയ്യുക, അതേപോലെ അത് മെയിൻറ്റെയിൻ ചെയ്യണ കാര്യങ്ങളൊക്കെ നോക്കുക. പിന്നെ മെറ്റീരിയൽസ് ഹാൻഡ്ലിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ലോജിസ്റ്റിക്സിലാണെങ്കിൽ ഇതേപോലെ ഫ്ലോ കൺട്രോൾ ചെയ്യുന്നതും ഡിസ്ട്രിബ്യൂഷനും അതിന്റെ ഷിപ്മെന്റും കാര്യങ്ങളൊക്കെയാണ് വരുന്നത്. മെറ്റീരിയൽസ് ലോജിസ്റ്റിക് മാനേജ്മെന്റ് MLM. സോ ഈ ഒരു MLM എന്ന് പറയുന്നത് ദാറ്റ് ഈസ് 80s സ്റ്റാർട്ട് ചെയ്തത്. ആൻഡ് ഇറ്റ് സ്റ്റാർട്ടഡ് ബൈ ആൻ അമേരിക്കൻ യൂണിവേഴ്സിറ്റി മാനേജ്മെന്റ് സ്റ്റുഡൻസ് ആണ്. അപ്പൊ അതിൽ ഇതിന്റെ സ്റ്റാർട്ടിങ് ആ ഒരു 80s ടൈമിലൊക്കെയാണ് ഇത് വന്നിട്ടുള്ളത്. ആൻഡ് ഇതിൽ പറയുകയാണെങ്കിൽ ദാറ്റ് ഇസ് നമുക്ക് എന്താണ് ഈ ഒരു MLM പറയുകയാണെങ്കിൽ നോക്കാം. ഇതിൽ നമുക്കൊരു കുറെ വാല്യൂ ആഡഡ് ആക്ടിവിറ്റീസ് ആണ് MLM ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. ആൻഡ് അതിലിപ്പോ രണ്ട് ഫ്ലോ ആയിട്ടാണ് നമുക്കിപ്പോ എന്താ പറയാ അതിലിപ്പോ രണ്ട് ഫ്ലോ ആയിട്ടൊക്കെയാണ് ഇത് ഈ ആക്ടിവിറ്റീസും കാര്യങ്ങളൊക്കെ വരുന്നത്. ഒന്നാമത്തേന്ന് പറയുകയാണെങ്കിൽ റിക്വയർമെന്റ്സ് ഇൻഫർമേഷൻ ഫ്ലോ ആണ്. ആൻഡ് ഈ ഒരു ഫ്ലോ എന്ന് പറയുകയാണെങ്കിൽ ദാറ്റ് ഇസ് കസ്റ്റമേഴ്സ് ടു സപ്ലയേഴ്സ് ആണ് ഈ ഒരു ഫ്ലോ വരുന്നത്. കസ്റ്റമേഴ്സിന്റെ ഭാഗത്ത് നിന്ന് സപ്ലയേഴ്സിലേക്ക് വരുന്ന ഇൻഫർമേഷൻസ് ആണ് ഈ ഫസ്റ്റ് ഫ്ലോ ആയിട്ട് കാണിക്കുന്നത്. ആൻഡ് അടുത്ത ഫ്ലോ എന്ന് പറയുകയാണെങ്കിൽ സപ്ലയർ ടു കസ്റ്റമർ, സപ്ലയറുടെ ഭാഗത്തു നിന്നുള്ള ഇൻഫർമേഷൻസ് കസ്റ്റമർക്ക് കിട്ടുക. സോ ഇതിന്റെ ഹോൾ പ്രോസസ്സ് നമ്മൾ ഡയറക്ട് ചെയ്യുന്നത് ഒരു ഇന്റഗ്രേറ്റഡ് ഡാറ്റാബേസ് വെച്ചിട്ടാണ്. ആൻഡ് ഇതിൽ മെയിൻ ആയിട്ട് MLM എസെൻഷ്യൽ ആയിട്ടുള്ള 3 ഏരിയാസ് ആണ് പറയുന്നത്. ആൻഡ് അതിലിപ്പം വരുന്നത് എന്ന് പറയുകയാണെങ്കിൽ മെറ്റീരിയൽസ് മൂവിംഗ് റിലേറ്റ് ചെയ്തിട്ടുള്ളതാണ്, അതായത് പർച്ചേസിംഗ്, മാനുഫാക്ചറിംഗ് ആൻഡ് ഫിസിക്കൽ ഡിസ്ട്രിബ്യൂഷൻ. സോ ഇത് മൂന്നും ദാറ്റ് ഇസ് സ്മൂത്ത് ആയിട്ട് നടക്കണമെങ്കിൽ ഈ ഒരു ഫ്ലോ ഓഫ് മെറ്റീരിയൽസും കാര്യങ്ങളെല്ലാം പ്രോപ്പർ ആയിരിക്കണം. ആൻഡ് അതിലിപ്പോ നമുക്ക് എന്താ പറയുക ഇതിന്റെ നമുക്കൊരു 3 പോയിന്റ് ഓഫ് വ്യൂവിൽ പ്രകാരം പറയുന്നുണ്ട്. സോ അതിൽ നമുക്ക് ഫസ്റ്റ് ഓരോ പെർസ്പെക്റ്റീവ് ആണ് അത് വരുന്നത്. അതിൽ ഫസ്റ്റ് ഫ്രം ദി പോയിന്റ് ഓഫ് വ്യൂ ഓഫ് ദി ഫിസിക്കൽ ഡിസ്ട്രിബ്യൂഷൻ ഇന്റർഫേസിൽ എന്തൊക്കെയാണ് പറയുന്നതെന്ന് നോക്കാം. സോ അതിൽ വരുന്നത് എന്ന് പറയുകയാണെങ്കിൽ റെഡ്യൂസ് അൺസർട്ടനിറ്റി ആൻഡ് സിംപ്ലിഫൈ ട്രാൻസാക്ഷൻസ് ആണ്. സോ നമുക്ക് ഇതിൽ ഡിമാൻഡ് വെച്ചിട്ടൊക്കെയാണ് നമ്മൾ ഇതിന്റെ അല്ലെങ്കിൽ ഇതിന്റെ കാര്യങ്ങളൊക്കെ മാനേജ് ചെയ്യുക, കോർഡിനേറ്റ് ചെയ്യുക, അതേപോലെ കസ്റ്റമേഴ്സിന് എങ്ങനെയാണ് വേണ്ടത് അതനുസരിച്ച് നമ്മൾ എന്താ പറയുക കസ്റ്റമൈസ് മോഡിഫൈ ഒക്കെ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഈസി ആയിട്ട് അൺസർട്ടനിറ്റിയും അതേപോലെ ട്രാൻസാക്ഷൻസ് ഒക്കെ സിംപ്ലിഫൈ ചെയ്യാൻ വേണ്ടി സാധിക്കും. പിന്നെ വരുന്ന ഷെഡ്യൂൾഡ് ഡിസ്ട്രിബ്യൂഷൻ എന്നുള്ളത്. സോ അങ്ങനെ വരുന്ന സമയത്ത് കസ്റ്റമേഴ്സിന്റെ ഓർഡേഴ്സും കാര്യങ്ങളെല്ലാം ചെറിയ ടൈമിൽ നമുക്ക് ഫുൾഫിൽ ചെയ്യാൻ വേണ്ടി സാധിക്കും. പിന്നെ വരുന്നതാണ് പോസ്റ്റ്പോൺമെന്റ് ക്യാരീസ് എന്ന് പറയാം. അപ്പൊ ഒരു പ്ലാന്റ് ഡിലേ അങ്ങനെയൊക്കെ എന്താ പറയാ ഉണ്ടാവുമ്പോൾ ആ ഒരു എന്താ പറയാ നമുക്ക് ഒരുപാട് ഡിലേ ഒന്നും ഉണ്ടാവാൻ പാടില്ല. ഒരു പ്ലാന്റ് ഡിലേക്ക് ആണെങ്കിൽ വലിയ കുഴപ്പമുണ്ടാവില്ല. നമുക്കൊരു പ്രോഫിറ്റബിൾ പ്രൊപ്പോസിഷൻസ് ഒക്കെ നമുക്ക് അവിടെ അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും.
സോ ഇനി നമുക്ക് മാനുഫാക്ചറിങ് ആ ഒരു ഇന്റർഫേസിൽ വെച്ച് നോക്കുകയാണെങ്കിൽ നമുക്ക് എന്തൊക്കെയാണ് വരുന്നത് നോക്കാം. ഒന്ന് മാസ്റ്റർ ഷെഡ്യൂൾ മാനേജ്മെന്റ് ആണ്. സോ ഇതിൽ മെയിൻ ആയിട്ട് കോൺഫ്ലിക്ട്സും കാര്യങ്ങളൊക്കെ കുറയ്ക്കാനും അതേപോലെ മാർക്കറ്റിംഗും മാനുഫാക്ചറിങ്ങും അവർ തമ്മിലുള്ള കോൺഫ്ലിക്റ്റും കാര്യങ്ങളൊക്കെ കുറയ്ക്കാനും അതേപോലെ ഡിമാൻഡ് ദാറ്റ് ഇസ് നമുക്ക് റിക്വയർമെന്റ്സ് എത്രയൊക്കെയാണ് അതൊക്കെ നമുക്ക് ഫോർകാസ്റ്റ് ചെയ്യാനും കസ്റ്റമേഴ്സിന്റെ ഓർഡേഴ്സ് ബാക്ക് ഓർഡേഴ്സ് അതേപോലെ ഫിസിക്കൽ ഡിസ്ട്രിബ്യൂഷൻസ് ഇതായിട്ടൊക്കെ എല്ലാം പ്രോപ്പറായിട്ട് കോർഡിനേറ്റ് ചെയ്ത് പോകാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നതാണ് മാസ്റ്റർ ഷെഡ്യൂൾ മാനേജ്മെന്റ് എന്ന് പറയുന്നത്. പിന്നെ JIT ജസ്റ്റ് ഇൻ ടൈം ആണ്. സോ ഇതില് ഈ ഒരു ഷെഡ്യൂൾ അല്ലെങ്കിൽ ദാറ്റ് ഇസ് കൺവെൻ എന്ന് പറഞ്ഞിട്ട് ഒരു കോൺസെപ്റ്റ് വരുന്നുണ്ട്. സോ അങ്ങനത്തെ അപ്പം അത് ഡീറ്റെയിൽ ആയിട്ട് വരുന്നുണ്ട് ഈ യൂണിറ്റ്സിൽ. സോ ഇതിലൊക്കെ നമുക്ക് എന്താ പറയുക ഇൻവെന്ററീസിനെയൊക്കെ ദാറ്റ് ഇസ് 0 ലെവലിലേക്ക് കൊണ്ടുവരികയാണ് വരുന്നത്. അപ്പൊ അങ്ങനെ വരുന്ന സമയത്ത് നമുക്ക് റെഡ്യൂസിങ് ലോട്ട് സൈസ് അങ്ങനത്തെ മെത്തേഡ്സും കാര്യങ്ങളൊക്കെ കുറയ്ക്കാൻ ലോഡ് അതേപോലെ ക്വാളിറ്റി കൺട്രോൾ അതൊക്കെ നമുക്ക് നോക്കാൻ വേണ്ടി സാധിക്കും. പിന്നെ ഫ്ലെക്സിബിലിറ്റി ആണ് മെയിൻ ആയിട്ട് വരുന്ന അടുത്തൊരു പോയിന്റ്. അപ്പൊ ഫ്ലെക്സിബിലിറ്റി ഫുൾ സിസ്റ്റം അല്ലെങ്കിൽ കമ്പ്യൂട്ടർ ബേസ്ഡ് പ്ലാനിങ് കൺട്രോൾ സിസ്റ്റം ഇങ്ങനെയുള്ളതിലൊക്കെ നമുക്ക് എന്താണ് ഫ്ലെക്സിബിലിറ്റി എപ്പോഴും ഉണ്ടായിരിക്കണം. സോ ഫ്ലെക്സിബിലിറ്റി എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. സോ അങ്ങനെ വരുന്ന സമയത്ത് എന്താ പറയാ പെട്ടെന്നുള്ള കാര്യങ്ങൾ എന്തെങ്കിലും ചേഞ്ചസ് ഒക്കെ വരുമ്പോൾ നമുക്ക് ഈസി ആയിട്ട് അഡാപ്റ്റ് ചെയ്ത് പോകാൻ വേണ്ടിയിട്ട് സാധിക്കും. ഇനി അടുത്ത വരുന്നത് പർച്ചേസിംഗ് ഇന്റർഫേസിൽ വരുന്നതാണ്. സോ അതിൽ വരുമ്പോൾ സപ്ലൈ മാനേജ്മെന്റ് ആണ്. അപ്പൊ അതിൽ സപ്ലൈ മാനേജ്മെന്റ് എന്ന് പറയുകയാണെങ്കിൽ മെയിൻ ആയിട്ട് മാനുഫാക്ചറിംഗ് ട്രെൻഡും അല്ലെങ്കിൽ പുതിയ ഇനീഷ്യേറ്റീവ് അല്ലെങ്കിൽ എഫക്റ്റീവ് പർച്ചേസിംഗ് കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു ലോങ് ടേം അഡ്വാൻറ്റേജിന് വേണ്ടിയിട്ടാണ്. പിന്നെ ഷെഡ്യൂൾ റിക്വയർമെന്റ്സ് എക്സ്പെഡൈറ്റ് പർച്ചേസിംഗ് ആണ്. സോ ഇതിലെന്ന് പറയുകയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്തിട്ടും സപ്ലയർക്ക് നമ്മൾ പ്രൊവൈഡ് ചെയ്യുമ്പോൾ എക്സാക്ട് ലീഡ് ടൈം ഇൻഫർമേഷൻസും അതേപോലെ എക്സാക്ട് ആയിട്ടുള്ള റിക്വയർമെന്റ് ഇൻഫർമേഷൻസ് ഒക്കെ നമ്മൾ പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പൊ അങ്ങനെയൊക്കെ നമുക്ക് ഇപ്പൊ കുറച്ചുകൂടി ഈസി ആയിട്ട് സ്യൂട്ടബിൾ ആയിട്ടുള്ള ഇന്റഗ്രേറ്റഡ് ഡാറ്റ പ്രോസസിംഗ് സിസ്റ്റം ഒക്കെ നമുക്ക് ഉണ്ടാക്കാൻ വേണ്ടി സാധിക്കും. പിന്നെ വരുന്നതാണ് റെസ്പോൺസീവ്നെസ് എന്ന് പറയുന്നത്. സോ ഇതൊരു സപ്ലൈ നെറ്റ് നമുക്ക് അതായത് ഫ്രീക്വന്റ് ചേഞ്ചസും കാര്യങ്ങളൊക്കെ ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് റെസ്പോൺസീവ്നെസ് ആയിട്ട് വരുന്നത്. സോ ഇങ്ങനെ ഒരു 3 ഇന്റർഫേസിലാണ് നമ്മളിത് പറയുന്നത്. സോ ഇപ്പൊ ഇതാണ് നമ്മളിപ്പോ പറഞ്ഞ പോയിന്റ്സിനെ ജസ്റ്റ് അവര് ടേബിൾ ആക്കിയിരിക്കുകയാണ്. അപ്പൊ 3 ഇന്റർഫേസ് ആണ് ഫിസിക്കൽ ഡിസ്ട്രിബ്യൂഷൻ മാനുഫാക്ചറിങ് പർച്ചേസിംഗ്. സോ അതിന്റെ ആരുമായിട്ടാണ് ഇന്റർഫേസ് എന്നുള്ളത്. ഫിസിക്കൽ ഡിസ്ട്രിബ്യൂഷൻ പറയുകയാണെങ്കിൽ കസ്റ്റമേഴ്സ് മാനുഫാക്ചറിംഗ് ആയിട്ട്. അപ്പൊ അതിൽ ഡിമാൻഡ് മാനേജ്മെന്റ് ഉണ്ട് ഷെഡ്യൂൾഡ് ഡിസ്ട്രിബ്യൂഷൻ ഉണ്ട് പോസ്റ്റ്പോൺമെന്റ് ഉണ്ട്. പിന്നെ മാനുഫാക്ചറിംഗ് ഇന്റർഫേസിൽ പറയുകയാണെങ്കിൽ ഫിസിക്കൽ ഡിസ്ട്രിബ്യൂഷനും പർച്ചേസിംഗും അവർ തമ്മിലുള്ള ഇന്റർഫേസ് ആണ് വരുന്നത്. സോ അതിൽ വരുന്നതാണ് മാസ്റ്റർ ഷെഡ്യൂൾ മാനേജ്മെന്റും JIT ഷെഡ്യൂളിംഗും ഫ്ലെക്സിബിലിറ്റി. പർച്ചേസിംഗ് ഇന്റർഫേസ് ആണെങ്കിൽ ഇറ്റ്സ് വിത്ത് മാനുഫാക്ചറിംഗ് ആൻഡ് എക്സ്റ്റേണൽ പുറത്തുള്ള സപ്ലൈ നെറ്റ്വർക്ക് ആയിട്ടാണ്. സോ അതിൽ സപ്ലൈ മാനേജ്മെന്റ് ഷെഡ്യൂൾ റിക്വയർമെന്റ്സ് റെസ്പോൺസീവ്നെസ്. സോ ഇത്രയും പെർസെപ്ഷൻസ് ആണ് നമ്മളിപ്പോ പറഞ്ഞ കാര്യങ്ങളുടെ ഒരു ടേബിൾ പ്രസന്റേഷൻ ആണ് ഇത്. Now let's discuss the various interface of material management. അപ്പൊ അതിൽ ഇന്റേണൽ എക്സ്റ്റേണൽ എന്ന് 2 രീതിയിൽ വരുന്നുണ്ട്. സോ ഫസ്റ്റ് വി വിൽ ഡിസ്കസ് അബൌട്ട് ദി ഇന്റേണൽ ഇന്റർഫേസ്. സോ അതിൽ ഫസ്റ്റ് ആണ് മാർക്കറ്റ് ഫോർകാസ്റ്റിംഗ് എന്ന് പറയുന്നത്. സോ ഇതിൽ നമുക്ക് ഡിമാൻഡ് ഫോർകാസ്റ്റിംഗ് അതേപോലെ നമുക്ക് എന്താ പറയുക ഫോർകാസ്റ്റ് ചെയ്യുക. അപ്പം അങ്ങനെ വരുന്ന സമയത്ത് എന്താ പറയാ എത്ര വേണം എന്നുള്ള കാര്യങ്ങളൊക്കെ അപ്പൊ അത് എക്യുപ്മെന്റ് ആണെങ്കിലും മാൻ പവർ ആണെങ്കിലും മെറ്റീരിയൽസ് ആണെങ്കിലും എല്ലാം നമുക്ക് ഒരു ഫോർകാസ്റ്റിംഗ് ഉണ്ടാവുന്നത് നല്ലതാണ്. പിന്നെ വരുന്ന പ്രൊഡക്ഷൻ എന്ന് പറയുന്നത്. സോ ഇതിൽ നമുക്ക് ഈ ഒരു മെറ്റീരിയൽ ഫ്ലോ എന്ന് പറയുകയാണെങ്കിൽ യൂഷ്വലി ഇറ്റ് ബിഗിൻ ബിഫോർ ദി പ്രൊഡക്ഷൻ സൈക്കിൾ ആൻഡ് അത് ത്രൂ ഔട്ട് റൺ ചെയ്യും ആൻഡ് ആഫ്റ്റർ ദി പ്രൊഡക്ഷൻ സൈക്കിളും പ്രൊഡക്ഷനും ഇത് ഉണ്ടാവുന്നുണ്ട്. സോ അത് ആ ഒരു ഫ്ലോ എന്താ പറയാ ഒരു ഗ്യാപ്പ് ഒന്നും അല്ലെങ്കിൽ ഒരു ബ്രേക്ക് ഒന്നും വരാതെ കറക്റ്റ് ആയിട്ട് പോകാൻ വേണ്ടിയിട്ടാണ് അല്ലെങ്കിൽ കറക്റ്റ് ആയിട്ട് പോകണം. അതാണ് പ്രൊഡക്ഷൻ എന്ന് പറയുന്നത്. നെക്സ്റ്റ് ഫിനാൻസ് ആണ്. സോ ഫിനാൻസ് എന്ന് പറഞ്ഞാൽ മെയിൻ ആയിട്ട് ബഡ്ജറ്റ് ആണ് അതിൽ വരുന്നത്. അപ്പൊ അത് നോൺ അവൈലബിലിറ്റി ഓഫ് ഫിനാൻസ് ഒക്കെ ഭയങ്കരമായിട്ട് എഫക്ട് ചെയ്യും. സോ അതാണ് നമ്മൾ പ്രോപ്പർ ആയിട്ട് നമ്മൾ ഇൻവെസ്റ്റ്മെന്റും കാര്യങ്ങളൊക്കെ നോക്കണം. പിന്നെ വരുന്നതാണ് ഇൻവെന്ററി കൺട്രോൾ എന്ന് പറയുന്നത്. സോ ഇത് നമ്മൾ എന്താണ് ക്രൂഷ്യൽ റോൾ ആണ്. കാരണം എപ്പോഴും അവൈലബിലിറ്റി ഓഫ് മെറ്റീരിയൽസ് എപ്പോഴും അത് അവൈലബിലിറ്റി നമുക്ക് ആവശ്യമുള്ള സമയത്ത് നമുക്ക് അവൈലബിൾ ആയിരിക്കണം. അപ്പൊ അതിന്റെ ഒരു ഫിസിക്കൽ സപ്ലൈ ആണ് നമ്മൾ അവിടെ അഷ്യൂർ ചെയ്യേണ്ടത്. പിന്നെ ഇൻസ്പെക്ഷൻ ആൻഡ് ക്വാളിറ്റി കൺട്രോൾ ആണ്. സോ ഇതും വളരെ ഇമ്പോർട്ടന്റ് ആണ്. കാരണം നമ്മൾ എപ്പോഴും എന്താണ് ഒരു മെറ്റീരിയൽസ് അതിന്റെ ക്വാളിറ്റിയും കാര്യങ്ങളും എല്ലാം നമ്മൾ ഇൻസ്പെക്ട് ചെയ്തുകൊണ്ടിരിക്കണം. ഇനി വരുന്നത് എക്സ്റ്റേണൽ ഇന്റർഫേസ് ആണ്. സോ അതിൽ വരുന്നതാണ് മെറ്റീരിയൽസ് ഹാൻഡ്ലിംഗ് ആൻഡ് ഫിസിക്കൽ ഡിസ്ട്രിബ്യൂഷൻ ലോജിസ്റ്റിക്സ് എന്ന് പറയുന്നത്. സോ ഇതിൽ മെയിൻ ആയിട്ട് ഫിസിക്കലി നമ്മൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുക അതാണ് മെയിൻ. നമ്മൾ ആ ഒരു അതിന്റെ ഡിസ്ട്രിബ്യൂഷൻ ആണ് ഓരോ സ്ഥലത്തേക്ക് കൊടുക്കുക. അപ്പൊ അത് നമ്മൾ എന്താണ് എപ്പോഴും റൈറ്റ് ടൈമിൽ നമ്മളത് എത്തിക്കണം. അതേപോലെ അതിന്റെ ഹാൻഡ്ലിങ്ങും കാര്യങ്ങളെല്ലാം പ്രോപ്പർ ആയിരിക്കണം. പിന്നെ കസ്റ്റമേഴ്സ് ഓർ കൺസ്യൂമേഴ്സ് ആണ്. സോ ഇതിൽ മെറ്റീരിയൽ മാനേജ്മെന്റ് എന്ന് പറയുകയാണെങ്കിൽ മെയിൻലി ഇത് ആരുമായിട്ടാണ് കസ്റ്റമേഴ്സും ആയിട്ടുള്ള വരുന്നതാണ്. പക്ഷെ ഇത് റയർലി ആണ് വരുന്നത്. ബട്ട് സംടൈംസ് ഇറ്റ് ഹാപ്പൻ. പിന്നെ വരുന്നതാണ് സപ്ലയേഴ്സ് ഓർ അതർ കമ്പനീസ്. സോ ഇതിലും നമുക്ക് ഈ ഒരു മെറ്റീരിയൽ മാനേജ്മെന്റ് റെസ്പോൺസിബിൾ ആണ്. കാരണം ഔട്ട്സൈഡ് വെൻഡേഴ്സ് ഉണ്ടാവും അല്ലെങ്കിൽ അത് വേറെ കമ്പനി നമ്മുടെ ട്രേഡ് റിലേഷൻഷിപ്പുള്ള വേറെ കമ്പനീസ് ഉണ്ടാവും. സോ അപ്പൊ നമ്മൾ എപ്പോഴും എന്ത് ചെയ്യണം സപ്ലയർ പെർഫോമൻസും കാര്യങ്ങളെല്ലാം ഇവാലുവേറ്റ് എപ്പോഴും ചെയ്യണം. കാരണം നമ്മൾ പുറത്തേക്കും നമ്മൾ ഇതൊക്കെ കൊടുക്കാറുണ്ട്. അപ്പൊ ആ ഒരു റിലേഷൻ നന്നായി പോകണമെങ്കിൽ നമ്മൾ നല്ല പ്രോഡക്ട്സ് അല്ലെങ്കിൽ നല്ല റോ മെറ്റീരിയൽസ് ആയിരിക്കണം കൊടുക്കേണ്ടത്.
ആൻഡ് നമ്മൾ പറഞ്ഞു മെറ്റീരിയൽസ് മാനേജ്മെന്റ് എന്ന് പറയുന്നത് ആക്ച്വലി അത് ഒരു പ്രൊഡക്ഷന് മുന്നേ തന്നെ അത് സ്റ്റാർട്ട് ചെയ്യുന്ന സംഭവമാണ്. പിന്നെ അതിന്റെ പ്രോസസ്സ് വരുന്നു, പിന്നെ എൻഡ് ഇതാണ് വരുന്നത്. അപ്പൊ ഒരു ടോട്ടൽ മെറ്റീരിയൽ മാനേജ്മെന്റ് കൺസെപ്റ്റ് എന്ന് പറയുന്നത് ഇത് എല്ലാം പെടുന്നതാണ്. ആൻഡ് ഇതിൽ നമുക്ക് മെയിൻ ആയിട്ടുള്ളതിന്റെ ഫംഗ്ഷൻ ദാറ്റ് ഇസ് അക്കോർഡിംഗ് ടു 1988 വരുന്ന കുറച്ച് ഫംഗ്ഷൻസ് പറയുന്നത് മെറ്റീരിയൽ ഫോർകാസ്റ്റിംഗ് വരുന്നുണ്ട്, അതേപോലെ അതിന്റെ ബഡ്ജറ്റിംഗ്, പ്ലാനിങ്, പ്രോഗ്രാമിംഗ് എല്ലാം വരുന്നുണ്ട്. പിന്നെ എല്ലാ കാര്യങ്ങളും ഷെഡ്യൂൾ ചെയ്യുക, പർച്ചേസിംഗിന്റെ കാര്യങ്ങൾ നോക്കുക, അതിന് വേണ്ട സാധനങ്ങൾക്ക് പ്രൊക്യൂർമെന്റ് ഒക്കെ വരുന്നുണ്ട്. പിന്നെ അതേപോലെ ഇൻസ്പെക്ഷന്റെ കാര്യങ്ങൾ, അത് ക്വാണ്ടിറ്റി ആയാലും ക്വാളിറ്റി ആയാലും ഇൻസ്പെക്ഷൻ വരുന്നുണ്ട്. പിന്നെ ഇൻവെന്ററി കൺട്രോൾ ചെയ്യണം, അതിന്റെ സ്റ്റോറേജ്, വെയർ ഹൗസിംഗ് നമ്മൾ ശ്രദ്ധിക്കണം. പിന്നെ മെറ്റീരിയൽസ് ഹാൻഡ്ലിംഗ്, പിന്നെ അതിന്റെ മൂവ്മെന്റ്, അതേപോലെ അതിലുണ്ടാവുന്ന ട്രാഫിക് കാര്യങ്ങളൊക്കെ. പിന്നെ വരുന്നതാണ് ഈ മെറ്റീരിയൽസ് ഡിസ്പാച്ച് ചെയ്യുക, അല്ലെങ്കിൽ വേറെ ഷിപ്പ് ചെയ്യുക, അല്ലെങ്കിൽ ഡിസ്പോസ് ചെയ്യുക എന്നുള്ളതൊക്കെയാണ് ഫങ്ഷൻസ് ആയിട്ട് പറയുന്നത്. നെക്സ്റ്റ് ആണ് മെറ്റീരിയൽസ് ഫ്ലോ പ്രോസസ് എന്ന് പറയുന്നത്. സോ ഇതിലെ ഒരു ഓർഗനൈസേഷന്റെ മെയിൻ എയിം എന്ന് പറയുന്നത് ടു മാനേജ് ദി 5M. ആ 5M ആണ് ഇതിൽ പറയുന്നത്. സോ അത് എന്തൊക്കെയാണ് എന്ന് പറഞ്ഞാൽ മെൻ, മെഷീൻ, മണി, മെത്തേഡ് ആൻഡ് മെറ്റീരിയൽസ്. സോ ഈ 5M നമ്മൾ എഫക്റ്റീവ് ആയിട്ട് കൊണ്ടുപോകണം. സോ ഇതിന്റെ മെയിൻ പർപ്പസ് അല്ലെങ്കിൽ ഈ ഒരു കോർഡിനേഷൻ അല്ലെങ്കിൽ ഈ 5M എപ്പോഴും കോർഡിനേറ്റ് ആയിരിക്കും. സോ ഇതിന്റെ കോർഡിനേഷൻ പർപ്പസ് എന്ന് പറയുകയാണെങ്കിൽ നമുക്ക് ഈ ഒരു മിനിമൽ കോസ്റ്റിൽ സുപ്പീരിയർ ഗുഡ്സും കാര്യങ്ങളൊക്കെ പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും. ആൻഡ് അതേപോലെ നമ്മൾ പ്രോപ്പർ കൺട്രോൾ, മെറ്റീരിയൽസ് പ്രോപ്പർ കൺട്രോൾ ഒക്കെ കൊടുക്കുകയാണെങ്കിൽ നമുക്ക് അതിന്റെ ഫ്ലോവും കാര്യങ്ങളൊക്കെ പ്രോപ്പർ ആയിട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടും സാധിക്കും. ആൻഡ് അതേപോലെ നമുക്ക് വരുന്നതാണ് ദാറ്റ് ഈസ് ഈ ഒരു ടൈംലി അവൈലബിലിറ്റി ഓഫ് മെറ്റീരിയൽസ് എന്ന് പറയുന്നത്. അതും വളരെ എക്സ്ട്രീംലി ഇമ്പോർട്ടന്റ് ആണ്. കാരണം നമുക്ക് കറക്റ്റ് സമയത്ത് മെറ്റീരിയൽസ് അവൈലബിൾ അല്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ മൊത്തം ഫ്ലോ അത് ഇന്ററപ്റ്റഡ് ആയിട്ട് പോകും. ആൻഡ് അതേപോലെ മെറ്റീരിയൽ ഫ്ലോ എപ്പോഴും നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് പറഞ്ഞാൽ ഇറ്റ് സ്റ്റാർട്ട്സ് ഫ്രം ദി വെണ്ടർ അല്ലെങ്കിൽ സപ്ലയറുടെ ഭാഗത്ത് നിന്നായിരിക്കും. കാരണം അവിടെ നിന്നാണ് നമ്മൾ മെറ്റീരിയൽസ് പർച്ചേസ് ചെയ്യുന്നത്. ആൻഡ് വൺസ് ഈ മെറ്റീരിയൽസ് പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാൽ അത് റിസീവ് ചെയ്യും, പിന്നെ അത് നമ്മൾ ഇൻസ്പെക്ട് ചെയ്യും. ആൻഡ് ആഫ്റ്റർ ഇൻസ്പെക്ഷൻ നമ്മൾ അത് എന്ത് ചെയ്യും, സ്റ്റോറിൽ ദാറ്റ് ഇസ് നമ്മൾ അക്സെപ്റ്റ് ചെയ്യാണ് ചെയ്യുന്നത്. ആൻഡ് അതിനുശേഷം ഈ ഒരു പ്രൊഡക്ഷൻ മാനുഫാക്ചറിങ്ങിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ അതൊരു സബ് സ്റ്റോക്ക് ഉണ്ടാവുമല്ലോ, സോ അവിടെ നമ്മൾ എന്ത് ചെയ്യാണ്, മെറ്റീരിയൽസിന് വേണ്ടിയിട്ട് കോൾ ചെയ്തിട്ട് അത് ആവശ്യമുള്ള സമയത്ത് നമ്മൾ എടുക്കുകയാണ് ചെയ്യുന്നത്. ആൻഡ് ലോജിസ്റ്റിക്സ് ആണ് അതിനുശേഷം വരുന്നത്. അതിനുശേഷം പിന്നെ നമുക്ക് വരുന്നതാണ് വെയർ ഹൗസിംഗ് ആൻഡ് കസ്റ്റമർ എന്ന് പറയുന്നത്. സോ ഈ ഒരു രീതിയിലാണ് ഇവിടെ നമുക്ക് ഫ്ലോ ഉണ്ടാവുന്നത്. ആൻഡ് ഇനി ഇൻഫോർമേഷൻ ഫ്ലോ എന്ന് പറയുകയാണെങ്കിൽ അതും എല്ലാവരുടെയും ഉണ്ടാവും. കാരണം ഇൻഫോർമേഷൻ ദാറ്റ് ഇസ് ഈ എന്താണ് മെറ്റീരിയൽ ഫ്ലോ ഒന്നും കുറച്ചുകൂടി മച്ച് മോർ ആണ് ഇൻഫോർമേഷൻ ഫ്ലോ എന്ന് പറയുന്നത്. അതിപ്പം പ്രൊഡക്ഷനിലാണെങ്കിലും പ്ലാനിങ്ങിലാണെങ്കിലും മാർക്കറ്റിംഗ്, ഇൻവെന്ററി, ഏതിലാണെങ്കിലും ഇൻഫോർമേഷൻ ഫ്ലോയും വളരെ ഇമ്പോർട്ടന്റ് ആണ്. ആൻഡ് അതും ഭയങ്കര എഫക്റ്റീവ് ആയിരിക്കണം, എങ്കിലേ പ്രോപ്പർ ആയിട്ട് ഡിസ്ട്രിബ്യൂട്ടിങ്ങും കാര്യങ്ങൾക്കൊക്കെ നമുക്ക് കറക്റ്റ് ആയിട്ട് നടത്താൻ വേണ്ടി സാധിക്കും. സോ ബോത്ത് മെറ്റീരിയൽ ഫ്ലോയും ഇൻഫോർമേഷൻ ഫ്ലോയും വളരെ ഇമ്പോർട്ടന്റ് ആണ്. സോ ബൈ ദിസ് നമ്മുടെ ഈ ഒരു യൂണിറ്റ് 1 ഉണ്ടായിരിക്കുകയാണ്. അപ്പൊ ഇതിൽ നമ്മൾ ഓൾമോസ്റ്റ് ഡിസ്കസ് ചെയ്ത കാര്യങ്ങൾ എന്ന് പറയുകയാണെങ്കിൽ എന്താ മെറ്റീരിയൽസ് മാനേജ്മെന്റിനെ കുറിച്ച് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു, അതിന്റെ ഫംഗ്ഷൻസ് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു, ആൻഡ് വി കവേർഡ് MLM കവർ ചെയ്തിട്ടുണ്ടായിരുന്നു. അതേപോലെ ഇതിന്റെ മെറ്റീരിയൽ മാനേജ്മെന്റ് ഉണ്ടാവുന്ന ഇന്റർഫേസസും അതേപോലെ അതിന്റെ ഫംഗ്ഷൻസ്, അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഈ ഒരു യൂണിറ്റിൽ ഡിസ്കസ് ചെയ്തത്. സോ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നോക്കുകയാണെങ്കിൽ നമുക്ക് ഡിസംബർ 2022 വന്നൊരു ക്വസ്റ്റ്യൻ പേപ്പറിൽ വന്നൊരു ഈ യൂണിറ്റുമായിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്, വാട്ട് ഡു യു അണ്ടർസ്റ്റാൻഡ് ബൈ മെറ്റീരിയൽസ് മാനേജ്മെന്റ്, ഡിസ്കസ് ദി വേരിയസ് ഫംഗ്ഷൻസ് ഓഫ് മെറ്റീരിയൽസ് മാനേജ്മെന്റ്. സോ എന്താണ് മെറ്റീരിയൽസ് മാനേജ്മെന്റ് എന്ന് എഴുതുക, പിന്നെ അതിന്റെ ഫംഗ്ഷൻസ് ഓരോന്ന് പോയിന്റ് ഔട്ട് ചെയ്തിട്ട് അത് എക്സ്പ്ലെയിൻ ചെയ്യാം. സോ ആ ഒരു ക്വസ്റ്റ്യൻ ആണ് ചോദിച്ചിട്ടുള്ളത്. സോ ബൈ ദിസ് നമ്മുടെ യൂണിറ്റ് 1 എൻഡ് ആയിരിക്കുകയാണ്. താങ്ക് യു.